ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, പ്രണയത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് രഹസ്യങ്ങളുണ്ട്. ഇത് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഒരു 5 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രണയം എന്ന് പറയുന്നത് അതൊരു ചോയ്സ് മാത്രമാണ്, അല്ലേ? അത് ആരും നിങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യമേ അല്ല. നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് നമ്മുടെ ഇനിയുള്ള ലൈഫ് ആരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ആ കെയർ അതൊക്കെ ഇനി ആർക്ക് കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? എന്നാൽ ഈ പ്രണയത്തിന് കുറച്ച് രഹസ്യങ്ങൾ കൂടി ഉണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇതാണ്: പ്രണയം എന്ന് പറയുന്നത് സമയം കൊണ്ട് മാറാവുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ എങ്ങനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് എങ്ങനെ സ്നേഹിക്കുന്നു, അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രണയം വളരണോ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് ചുരുങ്ങണോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി തിരിച്ച് നിങ്ങൾക്ക് നൽകുന്ന സ്നേഹം പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഹസ്ബൻഡും വൈഫുമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ നിങ്ങളുടെ വീട്ടുകാരൊക്കെ നിർബന്ധിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ഒരു വിധത്തിൽ കല്യാണം കഴിപ്പിച്ചു. എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ പരസ്പരം അറിഞ്ഞിട്ട് പരസ്പരം നന്നായിട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അവിടെ തുടങ്ങുകയാണ് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ലാതെ ആണെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് നന്നായിട്ട് ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാലോ ഇതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കൊക്കെ ആണെങ്കിലോ, ആ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇല്ലാതെ ആകുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്നത് വേറെയൊന്നുമല്ല, ചിരിയാണ്. ലാഫ്റ്റർ ഈസ് എ ലവ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതായത് പരസ്പരം തമാശയൊക്കെ പറയുന്നതും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ആഴത്തിലാകാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാ റിലേഷൻഷിപ്പിലും, അല്ലേ? നിങ്ങൾ തമ്മിൽ പരസ്പരം കുറേ സമയം സ്പെൻഡ് ചെയ്യുക, നന്നായിട്ട് സംസാരിക്കുക, കുറേ അധികം ചിരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ചവരാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ദൃഢമാകാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം, ചിരി. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്. അതായത് പരസ്പരം നിങ്ങളുടെ പ്രണയത്തിന്റെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കണം. ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ശക്തിപ്പെടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തിന്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഹേർട്ടെങ്കിലും കമന്റ് ആയിട്ട് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഒരു കുഞ്ഞ് കമന്റ് കാണുമ്പോഴത്തേക്ക് എനിക്കത് വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞ് കമന്റ് ഇടണേന്ന്. അതുകൊണ്ട് കമന്റിന്റെ കാര്യം ആരും മറക്കരുതേ. നാലാമതായിട്ട് വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നന്ദി. പരസ്പരം നന്ദി പറയുന്നതിലൂടെ നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ആഴത്തിലാകുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരു പാർട്ട്ണറിന് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു, ആ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹത്തിൽ ഒരു താങ്ക്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയോട് കുറച്ചും കൂടി സ്നേഹം കൂടുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കാര്യങ്ങളൊന്നും അറിയില്ലാത്ത ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുതേ. അപ്പോൾ അഞ്ചാമതായിട്ട് വരുന്നത് ഇതാണ്. അതായത് പ്രണയം എപ്പോഴും എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു വ്യക്തിനെ കണ്ടു, സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ മുമ്പോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആകണം എന്ന് ഇല്ല. കാരണം ഓരോ ബന്ധത്തിലും അതിൻ്റെതായ വെല്ലുവിളികൾ ധാരാളം ഉണ്ട്. അതായത് ഏത് റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിലും അതിനകത്ത് കുറച്ച് വഴക്കും അതിലേറെ ഇണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ് മാത്രമാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞു. കാരണം എല്ലാ റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ എല്ലാ പ്രണയത്തിലും ഒരുപാട് വഴക്കും അതിലേറെ ഇഷ്ടവും പിണക്കങ്ങളും ഒക്കെ ഉണ്ട്. ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമാണ് നിങ്ങളുടേത് എന്ന് പറയുന്ന ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ലവ് ആയി മാറത്തുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ
അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.